പരിശുദ്ധ അമ്മയുടെ അത്ഭുത തിരുസ്വരൂപം നിലകൊള്ളുന്ന ദേവാലയം. ദൈവദാസൻ ഫാദർ ലൂർദ് സേവ്യറുടെ മധ്യസ്ഥത നിറഞ്ഞു നിൽക്കുന്ന ദേവാലയം. ദക്ഷിണേന്ത്യയിലെ പ്രശസ്തമായ മരിയൻ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ് തഞ്ചാവൂർ ജില്ലയിലെ പൂണ്ടിമാത ബസിലിക്ക. உலகம் போற்றும் பூண்டி புதுமை தாய் குடிகொண்டிருக்கிற பேராலயத்திலிருந்து ஷலம் டிவி நேயர்கள் அனைவருக்கும் அன்பான வணக்கங்கள். தெற்கே காவிரி ஆறும் வடக்கே கொள்ளிடம் ஆறும் பாய, இடையில் நெல்லும் கரும்பும் வாழையும் தென்னையும் விளைய பசுமையாக சூழப்பட்ட கிராமம்தான் അളമേലുപുരം പൂണ്ടി. തഞ്ചാവൂർ ജില്ലയിലെ കുംഭകോണം എന്ന സ്ഥലത്ത് കാവേരി, കൊള്ളിടം എന്നീ നദികൾക്ക് നടുവിൽ നിലകൊള്ളുന്ന പ്രകൃതി ഭംഗിയാർന്ന ഒരു ഗ്രാമമാണ് അലമേലുപുരം പൂണ്ടി. ഇവിടെ പരിശുദ്ധ അമ്മയുടെ നാമധേയത്തിൽ സ്ഥാപിതമായ അത്ഭുതകരമായ ദേവാലയമാണ് പൂണ്ടി പുതുമൈ മാതാ ദേവാലയം. ഇതാ നിന്റെ അമ്മ എന്നരുൾ ചെയ്ത് തന്റെ സന്നദ്ധിയിൽ കടന്നുവരുന്ന എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുന്ന പരിശുദ്ധ അമ്മയുടെ അത്ഭുതകരമായ തിരുസ്വരൂപമാണ് ഇവിടെ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. இந்த திருத்தலத்தை அடைவதற்கு திருச்சிராப்பள்ளி என்கின்ற திருச்சியிலிருந்து கல்லணை வழியாகவோ ഈ ആലയത്തിൽ എത്തിച്ചേരുന്നതിന് ബസ്, ട്രെയിൻ ഗതാഗത മാർഗങ്ങൾ ലഭ്യമാണ്. തിരുച്ചിറപ്പള്ളി എന്ന ട്രിച്ചിയിൽ നിന്നും കല്ലന വഴിയായും ടോൾ ഗേറ്റ് ലാൽഗുഡി വഴിയായും തഞ്ചാവൂരിൽ നിന്ന് തിരുക്കാട്ടുപള്ളി വഴിയായും ഇവിടെ എത്തിച്ചേരാം. இங்கே இருக்கின்ற இந்த ஆலயமானது கிபி 1714 1718 வரை கான்ஸ்டன்டைன் ஜோசப் பெஸ்கி എൻகின்ற നാം ഇപ്പോൾ കാണുന്ന ഈ ദേവാലയം വീരമാമുനിവർ എന്ന് തമിഴ്നാടാകമാനം പേരുകേട്ട കോൺസ്റ്റന്റൈൻ ജോസഫ് ബെസ്കി എന്ന ഈശോസഭ വൈദികനാൽ AD 1714 1718 ഇടയിൽ ചെറിയ ഒരു ആലയമായി നിർമ്മിക്കപ്പെട്ടതാണ്. ഈ ആലയത്തിന്റെ മുൻഭാഗത്ത് പ്രത്യേകമായി നിർമ്മിക്കപ്പെട്ട സ്ഥലത്താണ് പരിശുദ്ധ അമ്മയുടെ അത്ഭുത തിരുസ്വരൂപം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. உலகம் போட்டு பூண்டித்தாயின் பக்தர்களே, இந்த பூண்டித்தாயினுடைய പൂണ്ടിമാത എന്നറിയപ്പെടുന്ന പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപം ഇവിടേക്ക് കടന്നു വരുന്നത് ഈ ദേവാലയത്തിന്റെ സ്ഥാപകനായ വീരമാമുനിവർ എന്നറിയപ്പെടുന്ന കോൺസ്റ്റന്റൈൻ ജോസഫ് ബെസ്കി എന്ന വൈദികൻ വഴിയാണ്. ആയിരത്തി 1858 ഫ്രാൻസിലെ ലൂർദിൽ ബെർണദീത്ത എന്ന ബാലയ്ക്ക് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് താൻ അമരോത്ഭവയാണ് എന്ന് വെളിപ്പെടുത്തി. ഈ വിശ്വാസ സത്യം ലോകം മുഴുവൻ പ്രചരിപ്പിക്കാനായി അവിടെ കാണപ്പെട്ട രീതിയിൽ പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപങ്ങൾ നിർമ്മിച്ച് ലോകത്തിലെ പല ഭാഗങ്ങളിലേക്കും അയക്കപ്പെട്ടു. അങ്ങനെ 3 രൂപങ്ങൾ ഇന്ത്യയിലേക്കും കൊണ്ടുവന്നു. അതിലൊന്നാണ് ഈ പള്ളിയിൽ സ്ഥാപിച്ചിരിക്കുന്ന പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപം. பின்பு இந்த திருத்தலத்தின் முக்கிய அருள் பணியாளராக அன்னையினாலே தேர்ந்தெடுக்கப்பட்டு அனுப்பப்பட்ட அருள் தந்தை, പിന്നീട് ഈ ദേവാലയത്തിന്റെ അധികാരിയായി പരിശുദ്ധ അമ്മയാൽ തിരഞ്ഞെടുക്കപ്പെട്ട മാതൃഭക്തനായ ലൂർദ് സേവ്യർ എന്ന വൈദികനാലാണ് ഈ ദേവാലയത്തിന്റെ പെരുമയും മാതൃഭക്തിയും നാൾക്കുനാൾ വളരുവാൻ തുടങ്ങിയത്.
அன்புக்குரியவர்களை, நாம் பார்த்து கொண்டிருக்கக்கூடிய லூர்து சேவியர் அடிகளார் அவர்கள் 18/5/1919 ട്രിച്ചിയിലെ കോവണ്ടാക്കുറിച്ചി എന്ന സ്ഥലത്താണ് VS ലൂർദ് സ്വാമി എന്ന ദൈവദാസൻ ഫാദർ ലൂർദ് സേവ്യർ ജനിച്ചത്. ജനനത്തോടെ അമ്മയെ നഷ്ടപ്പെട്ട അദ്ദേഹം പിന്നീട് പരിശുദ്ധ അമ്മയെ സ്വന്തം അമ്മയായി കണ്ട് തികഞ്ഞ മാതൃഭക്തിയിൽ വളർന്നു. സ്വന്തം നാട്ടിലെ വിദ്യാഭ്യാസത്തിന് ശേഷം ആലുവായിലെ സെൻറ് ജോസഫ് പൊന്തിഫിക്കൽ സെമിനാരിയിൽ ചേർന്ന് തൻ്റെ വൈദിക പഠനം പൂർത്തിയാക്കി 1938 ബിഷപ്പ് ജോസഫ് അട്ടപ്പെട്ടിയിൽ നിന്നും പൗരോഹിത്യം സ്വീകരിച്ചു. அன்னையின் மீது பக்தி உள்ள நம் லூர்து சேவியர் அடிகள் மிகுந்த பக்தியுடையவராக காணப்படுகிறார். പരിശുദ്ധ അമ്മയോട് അതിയായ ഭക്തിയുള്ള ഫാദർ ലൂർദ് സേവ്യർ 1955 പൂണ്ടി ഇടവകയുടെ 7ാമത് വികാരിയായി സേവനം ഏറ്റെടുത്തു. തൻ്റെ സേവനത്താലും ത്യാഗത്താലും ഈ ദേവാലയത്തിലെ പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി ദേശത്ത് മുഴുവൻ വ്യാപിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. തനിക്ക് ലഭിക്കുന്ന സമയം മുഴുവൻ പരിശുദ്ധ അമ്മയുടെ മുൻപിൽ പ്രാർത്ഥിക്കാനായി അദ്ദേഹം ചെലവഴിച്ചു. തന്നെ തേടി വരുന്ന നാനാജാതി മതസ്ഥർക്കും ആശ്വാസവും സഹായവും നൽകാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം ദർശിച്ച വലിയ ഒരു അത്ഭുതം ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ട്. കാലപ്പഴക്കം കൊണ്ട് പുനരുദ്ധാരണം അർഹിച്ച ഈ ദേവാലയം പുതുക്കി പണിയുവാനുള്ള പണം തൻ്റെ കയ്യിൽ ഇല്ലാതിരുന്ന ഫാദർ ലൂർദ് സേവ്യർ ഉപവസിച്ച് പരിശുദ്ധ അമ്മയുടെ ഇടപെടലിനായി പ്രാർത്ഥിച്ചു. ഉപവാസത്തിൻ്റെ 15ാം ദിവസം 1956 നവംബർ 22-ാം തീയതി അദ്ദേഹത്തിന് ലഭിച്ച ഉൾപ്രേരണ പ്രകാരം അന്ന് ഉച്ചകഴിഞ്ഞ് ദേവാലയത്തിൻ്റെ നടുഭാഗം തനിയെ നിലം പതിച്ചു. പിന്നീട് പരിശുദ്ധ അമ്മയുടെ അത്ഭുതകരമായ ഇടപെടലുകൾ കൊണ്ട് 1964 മെയ് 2-ാം തീയതി ദേവാലയം പുനർനിർമ്മിച്ച് വെഞ്ചരിച്ചു. മരിയേ വാഴ്ക. ഞങ്ങൾ തിരുച്ചിയിൽ നിന്ന് വന്നിരിக்கிறோம். ഞങ്ങൾ ട്രിച്ചിയിൽ നിന്നാണ് വരുന്നത്. എന്റെ ഫാദറിന്റെ പേര് ലൂർദ് സ്വാമി എന്നാണ്. ഇതാണ് അദ്ദേഹത്തിന്റെ സ്വന്തം സ്ഥലം. ഞങ്ങൾ 8 മക്കളാണ്. ഞങ്ങൾ കുട്ടികളായിരിക്കുമ്പോൾ ഫാദർ പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ലൂർദ് സേവ്യർ അച്ഛൻ പറഞ്ഞതുപോലെ ഈ പള്ളി ഇടിഞ്ഞു വീഴുന്ന അത്ഭുതം അദ്ദേഹം നേരിട്ട് കണ്ടിട്ടുള്ള വ്യക്തിയാണ്. ഞങ്ങൾ എല്ലാ അവധിക്കും ഇവിടെ വരാറുണ്ട്. ഇവിടെ നടന്ന ഒത്തിരി അത്ഭുതങ്ങൾ ഞങ്ങളുടെ ഫാദർ പറഞ്ഞ് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. அடுத்ததாக நமது லூர்து சேவியர் அடிகளாரை பார்க்கின்ற பொழுது இவர் மிளகு சாமியார் என்று அழைக்கப்படுவார். ഫാദർ ലൂർദ് സ്വാമി മുളക് സ്വാമി എന്നും അറിയപ്പെട്ടിരുന്നു. കാരണം അദ്ദേഹത്തിന് ലഭിച്ച അത്ഭുത രോഗശാന്തി വരം മൂലം ദേശത്ത് അസുഖങ്ങൾ മൂലം കഷ്ടപ്പെട്ടിരുന്ന നിരവധി പേർ അദ്ദേഹത്തെ സമീപിക്കുമായിരുന്നു. അപ്പോൾ ദേവാലയത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന മരത്തിന്റെ ഇല പറിച്ച് അതിൻ്റെ കൂടെ കുറച്ച് മുളകും കൂടി അവർക്ക് കൊടുക്കും. പിന്നീട് പരിശുദ്ധ അമ്മയുടെ അടുത്തുപോയി പ്രാർത്ഥിക്കാൻ അദ്ദേഹം നിർദ്ദേശിക്കും. അങ്ങനെ അനേകരെ അസുഖങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ ദീർഘദർശി കൂടിയായ അദ്ദേഹത്തിന് സാധിച്ചു. ഇന്നും അദ്ദേഹത്തിന്റെ മാധ്യസ്ഥത്തിൽ അനേക അത്ഭുതങ്ങൾ ഇവിടെ സംഭവിക്കുന്നു. Praise the Lord. My name is Frederick Lourdes Swami. എൻ്റെ പേര് ഫെഡറിക്. ഞാൻ ചെറുപ്പത്തിൽ ലൂർദ് സ്വാമി അച്ഛനെ കണ്ടിട്ടുണ്ട്. അച്ഛൻ ചെയ്ത പല അത്ഭുതങ്ങളും കാണാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. കുട്ടിക്കാലത്ത് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഞങ്ങൾ അച്ഛൻ്റെ അടുത്ത് പോകാറുണ്ടായിരുന്നു. അപ്പോൾ നിരവധി ആൾക്കാർ രോഗം മാറുവാനും കാണാതെ പോയത് കണ്ടുകിട്ടാനും വേണ്ടി പ്രാർത്ഥിക്കാൻ വരുമായിരുന്നു. അപ്പോൾ അച്ഛൻ അവരെ മാതാവിൻ്റെ അടുത്ത് കൊണ്ടുപോയി പ്രാർത്ഥിച്ച് അവരുടെ അസുഖങ്ങൾ മാറുന്നതും കാണാതെ പോയത് എവിടെയുണ്ടെന്ന് പറയുന്നതും ഞങ്ങൾ കണ്ടിട്ടുണ്ട്. And I've also seen some miracles happen in my own eyes. பூலோகம் போற்றும் பூண்டி புதுமை தாய். இந்த பேராலயமானது தமிழ்நாட்டில் உள்ள பசிலிக்காவில் ஒன்றாக இருக்கிறது. இது ബസിലിക്ക மற்றும் പങ്കുത്തളമാகவும் இருக்கிறது. പൂണ്ടിമാതാ ബസിലിക്ക എന്ന തീർത്ഥാടന കേന്ദ്രം 3 കിലോമീറ്റർ ചുറ്റളവിൽ 437 കുടുംബങ്ങൾ അടങ്ങുന്ന ഒരു ഇടവക കൂടിയാണ്. അനുദിനം 3 ദിവ്യബലികൾ അർപ്പിക്കുന്ന ഇവിടെ
ധാരാളം വിശ്വാസികൾ വിവിധ സ്ഥലങ്ങളിൽ നിന്നും കടന്നുവന്ന് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം തേടി പ്രാർത്ഥിച്ച് കടന്നുപോകുന്നു. ദേവാലയത്തോട് ചേർന്ന് തീർത്ഥാടകർക്ക് താമസിക്കാൻ ആവശ്യമായ താമസ സൗകര്യങ്ങളും വാഹനം പാർക്ക് ചെയ്യുന്നതിന് പാർക്കിംഗ് ഏരിയയും സജ്ജമാക്കിയിരിക്കുന്നു. തീർത്ഥാടകർക്ക് കൂടുതൽ ആത്മീയ ഉണർവ് നൽകുന്നതിനായി ബൈബിളിലെ സംഭവങ്ങൾ ആസ്പദമാക്കി ഹോളി ലാൻഡും ജപമാല പാർക്കും ധ്യാന കേന്ദ്രവും ഇവിടെ ഒരുക്കിയിരിക്കുന്നു. കൂടുതൽ വിജ്ഞാനപ്രദമായ സന്ദർശനം അനുഭവിക്കാൻ ഓഡിയോ വിഷ്വൽ മിനി തിയേറ്ററും ഭക്തവസ്തുക്കൾ വിൽക്കുന്ന സ്റ്റാളും കൂടാതെ മറ്റ് അനവധി കാര്യങ്ങളും ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നു. സെപ്റ്റംബർ 8 മാതാവിൻ്റെ ജനന തിരുനാളിനോടൊപ്പം മെയ് 15 ഇടവക തിരുനാളും പ്രധാന തിരുനാളുകളായി വിപുലമായി ആചരിക്കുന്ന ഈ തീർത്ഥാടന കേന്ദ്രം അനേകർക്ക് അനുഗ്രഹം ലഭിക്കുന്ന ഒരു ഇടമായി ഇന്നും നിലനിൽക്കുന്നു. ഈശോ മിശിഹായെ സ്തുതിയായിരിക്കട്ടെ. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലം ഭൂലോകം പൊട്ടും പൂണ്ടി പുതുവൈ മാതാ പള്ളിയാണ്. ഈ പള്ളി ബസലിക്കായ ഇവിടെ ഒത്തിരി അത്ഭുതങ്ങളും അതിശയങ്ങളും നടക്കുന്നുണ്ട്. പല സ്റ്റേറ്റുകളിരുന്ന് ഇവിടെ വന്നിട്ട് അവർ അപേക്ഷകൾ ഇവിടെ സമർപ്പിച്ചിട്ട് പോയിട്ട് അതിൻ്റെ കാര്യങ്ങളെല്ലാം നേടിയിട്ടുണ്ട്. സുഖം കിട്ടിയവരുണ്ട്. മറ്റു പല കാര്യങ്ങൾ അവർ മാതാവിൻ്റെ മധ്യസ്ഥ മുഖേനയും ഫാദർ സേവിയർ ലൂർദ് സേവിയർ മധ്യസ്ഥ മുഖേനയും ഒത്തിരി കാര്യങ്ങൾ ഒത്തിരി പേർക്ക് നേടിയിട്ടുണ്ട്. വേളാങ്കണ്ണി കഴിഞ്ഞാൽ അടുത്ത വലിയ പള്ളി ഈ പൂണ്ടി മാതാ പള്ളിയാണ്. ഇവിടെ ഒത്തിരി സാക്ഷ്യങ്ങൾ നിങ്ങൾ നേരെ വന്നാൽ കാണാം. ഈ പള്ളി ദർശിക്കുമ്പം നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാകും. ഇവിടെ വരുമ്പം നിങ്ങൾക്ക് ഒത്തിരി മാതാവിനെക്കുറിച്ചും ഫാദർ ലൂർദ് സേവിയറിൻ്റെ മധ്യസ്ഥ വകേരെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് നേടി കിട്ടും. മരിയേ വാഴ്ക. എൻ പേര് ഷീല ലൂർദ് റാണി. എന്റെ പേര് ഷീല ലൂർദ് റാണി. ഞാൻ മൈക്കിൾപെട്ടിയിൽ നിന്ന് വരുന്നു. ഞാൻ മാതാവിനോടും ലൂർദ് സേവിയർ അച്ഛനോടും മാധ്യസ്ഥം പ്രാർത്ഥിച്ച് എനിക്കൊരു അത്ഭുതം നടന്നു. 2019 ഞാൻ കിഡ്നി ഫെയിലിയർ മൂലം ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ ബയോപ്സി ചെയ്യണമെന്ന് പറഞ്ഞു. എന്നാൽ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി പിന്നീട് ചെക്കപ്പിന് ചെന്നപ്പോൾ ബയോപ്സി ചെയ്യേണ്ട എന്ന് ഡോക്ടർ പറഞ്ഞു. ലൂർദ് സേവിയർ അച്ഛന് നന്ദി, മാതാവേ നന്ദി. മരിയേ വാഴ്ക. എൻ പേര് ജോസ്മിൻ മേരി. എന്റെ പേര് ജോസ്മിൻ മേരി. ഞാൻ നഗറിൽ നിന്നാണ് വരുന്നത്. എന്റെ അമ്മയ്ക്ക് കുട്ടികളില്ലായിരുന്നു. അപ്പോൾ അമ്മ വന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു. ലൂർദ് സേവിയർ അച്ഛൻ പറഞ്ഞതുപോലെ 48 ദിവസം ലേഹ്യം കഴിച്ച് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി അമ്മയ്ക്ക് കുട്ടികളുണ്ടായി. ഈ അത്ഭുതം ചെയ്ത മാതാവിന് കോടാനുകോടി നന്ദി. മരിയേ വാഴ്ക.
എന്റെ പേര് അന്നപുഷ്പം. ഞാൻ നഗറിൽ നിന്നാണ് വരുന്നത്. എന്റെ മൂത്ത മകൾ ആക്സിഡന്റ് ആയി എന്നറിഞ്ഞപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. അതിന്റെ ഫലമായി മകൾക്ക് കുഴപ്പമൊന്നുമില്ലാതെ മാതാവ് സംരക്ഷിച്ചു. അതുപോലെ 6 മക്കളെയും എന്നെയും തനിച്ചാക്കി ഭർത്താവ് മരണപ്പെട്ടപ്പോൾ ഞാൻ മാതാവിനോട് സംരക്ഷണം ചോദിച്ചു. അതുപോലെ മാതാവ് എന്നെയും മക്കളെയും നല്ല നിലയിൽ എത്തിച്ചു. മാതാവേ നന്ദി. മരിയേ വാൾക. എന്റെ പേര് ആരോഗ്യസെൽവി. കീഴേ മുല്ലക്കുടി ഗ്രാമത്തിൽ നിന്നാണ് വരുന്നത്. എനിക്ക് ആദ്യത്തെ കുട്ടി പിറന്നതു മുതൽ കൈകാൽ തളർച്ചയായിരുന്നു. കുറെ നാൾ കഷ്ടപ്പെട്ട് പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയി കാണിച്ചിട്ടും ഒന്നും ശരിയായില്ല. ഒരിക്കൽ എന്റെ അമ്മ എനിക്ക് വേണ്ടി മാതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ഉറക്കത്തിൽ ഞാനൊരു സ്വപ്നം കണ്ടു. ഞാൻ പഴയ ദേവാലയത്തിന്റെ കൊടിമരത്തിന്റെ അരികിൽ കുട്ടിയുമായിട്ടിരിക്കുമ്പോൾ മാതാവ് എന്നെ തൊട്ട് "നീ എണീറ്റ് വാ" എന്ന് പറഞ്ഞു. ഞാൻ എഴുന്നേറ്റ് ചെന്നപ്പോൾ മാതാവ് അപ്രത്യക്ഷയായി. പിന്നീട് കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം എന്റെ അസുഖമെല്ലാം പൂർണ്ണമായി മാറി. ഈ അത്ഭുതം ചെയ്ത മാതാവിന് ഒത്തിരി നന്ദി. அழகுருவே வெண்ணிலவே தூய மேகமே தேனமுதே ஓவியமே தூய வதனமே. அழகுருவே வெண்ணிலவே தூய மேகமே தேனமுதே ஓவியமே தூய வதனமே. அறுசுவை விருந்தே காயத்தின் மருந்தே தெள்ளிய நீரே பூண்டி அன்னையே. சொல்லிய சொல்லும் போதாது என் செய்வேன் மனமே. சொல்லிய சொல்லும் போதாது என் செய்வேன் மனமே. அழகுருவே வெண்ணிலவே தூய மேகமே தேனமுதே ஓவியமே தூய வதனமே. வலையிலே நாங்கள் சிக்கும் போது சொல்லாத சோகத்தில் நாங்கள் வருந்தும் போது. சொல்லாரின் வலையிலே நாங்கள் சிக்கும் போது சொல்லாத சோகத்தில் நாங்கள் வருந்தும் போது. கூப்பிடாமலே காத்திடும் தாயே சொல்லிடாமலே வந்திடும் உறவே. அழிவதில்லை உந்தன் பந்தமே குறைவதில்லை உந்தன் பாசமே. அழகுருவே வெண்ணிலவே தூய மேகமே தேனமுதே ஓவியமே தூய வதனமே. தொலையாத இன்பமாய் என்னை பற்றி கொண்டாய். நிலையாமையில்லையே உன்னை பற்றி கொண்டாய். தொலையாத இன்பமாய் என்னை பற்றி கொண்டாய். நிலையாமையில்லையே உன்னை பற்றி கொண்டாய். மாய வாழ்விலே